കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ സംസ്ഥാനത്തെ കരകയറ്റാൻ എന്ത് സമീപനമായിരിക്കും ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ഉണ്ടായിരിക്കുക എന്നതാണ് കേരളം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് മുന്നിൽ 3 വെല്ലുവിളികളാണ് പ്രധാനമായും ഉള്ളത്. റവന്യൂ കമ്മി കുറച്ചുകൊണ്ടുവരിക, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കാനുള്ള സമീപനമുണ്ടാവുക, പിന്നെ ക്ഷേമ പദ്ധതികൾക്കും വ്യവസായ പദ്ധതികൾക്കുമുള്ള സമീപനം എന്തായിരിക്കും എന്ന് വ്യക്തമാക്കുക. വിഴിഞ്ഞത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ബജറ്റിൻ്റെ അവസാനവട്ട മിനുക്കുപണികളിൽ നിൽക്കുന്ന ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. സോ വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. ഈ സർക്കാർ പറയുന്നത് പോലെ കഴിഞ്ഞ സർക്കാർ കേരളത്തിൻ്റെ ഖജനാവ് കാലിയാക്കി ഇറങ്ങിപ്പോയി എന്നത് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണ് എന്നാണ് കഴിഞ്ഞ സർക്കാരിലുണ്ടായിരുന്നവർ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെ കുറിച്ച് പറയുന്നത്. അത്ര ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണോ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്? എത്ര ആഴത്തിലുള്ളതാണത്? എ.കെ. ആന്റണി സർക്കാരും അതിനുശേഷം വന്ന LDF സർക്കാരും, 2 സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെട്ടു വരികയായിരുന്നു. അങ്ങനെ 10 വർഷത്തെ നേട്ടങ്ങൾ ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ തെളിവെന്താ? കഴിഞ്ഞ 2 വർഷം പദ്ധതിയുടെ 60% ചിലവായിട്ടുള്ളൂ. 40% ലാപ്സായി, പണമില്ല. മൂലധന ചെലവുകൾ ഗണ്യമായിട്ട് കുറഞ്ഞു. അടുത്ത വർഷം എത്തുമ്പോൾ നമ്മുടെ റവന്യൂ കമ്മി 0 ആവേണ്ടതാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ കമ്മി കൂടി വരികയല്ലാതെ കുറയുണ്ടായിട്ടില്ല. അടുത്ത വർഷം റവന്യൂ കമ്മി സർവ്വകാല റെക്കോർഡായിരിക്കും. ഇതിനപ്പുറം എന്ത് തെളിവ് വേണം? കഴിഞ്ഞ LDF സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ നികുതി വരുമാനത്തിനുണ്ടായ വളർച്ച 20%. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ആദ്യത്തെ 2 വർഷം ഈ തരത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പിന്നീടാണ് അത് കുത്തനെ താഴേക്ക് വരുന്നത്. ഏറ്റവും അവസാനം ഈ സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ നിത്യനിദാന ചെലവുകൾക്ക് പോലും ബോണ്ടിറക്കി കടമെടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അതിനെയും ആ സർക്കാർ ന്യായീകരിച്ചിരുന്നു. കാരണം കേന്ദ്രം അനുവദിച്ചിട്ടുള്ള വായ്പാ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് സംസ്ഥാനം ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. ഇതെല്ലാം എന്തിൻ്റെ സൂചനയാണ്? കഴിഞ്ഞ സർക്കാർ വായ്പ എടുത്തത് ഞാനും തരില്ല. കേന്ദ്രം അനുവദിച്ച പരിധിക്കുള്ളിൽ എടുക്കാനും പറ്റൂ. പക്ഷെ ആ പരിധിയും കഴിഞ്ഞ് ഒരുപാട് കൈവായ്പ മേടിച്ചിട്ട് അത് കണക്കി വരുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ക്ഷേമനിധിയിൽ നിന്ന്, ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന്, KSC അങ്ങനെ പല സ്ഥലത്തു നിന്നും വായ്പകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ വായ്പ അങ്ങനെയൊക്കെ എടുത്താലും ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ്. മറ്റു പലരെയും പോലെയല്ല. പലരും വായ്പയുടെ തുക കാണിച്ച് വിമർശനം നടത്തുമ്പോൾ ഞാൻ പറയാറില്ല ഇത് വലിയ പ്രതിസന്ധിയാണെന്ന്. പ്രശ്നം വായ്പ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വായ്പ റോഡ്, പാലം, കെട്ടിടമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ പ്രശ്നമില്ല. അതെ, വായ്പയുടെ ബാധ്യതയും പുതിയ ആസ്തികളും തുല്യമായിരിക്കും, പ്രശ്നമില്ല. പക്ഷേ വായ്പ എടുത്തിട്ട് ദൈനംദിന ചെലവിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ജഡഭാരമായിട്ട് മാറും. ഈ ധനകാര്യ കമ്മീഷൻ്റെ താക്കീതൻ പോലെ ഈ അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും റവന്യൂ കമ്മി ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറേണ്ടിയിരുന്നതാണ്. ആ ഒരു സ്ഥിതി ഈ അടുത്ത കാലത്തെങ്ങാനും കൈവരിക്കാൻ നമുക്ക് കഴിയുമോ? എന്തൊക്കെയാണ് അതിനുള്ള തടസ്സങ്ങൾ? ഇല്ല. ഇപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ UDF എന്നെ സംഭവിച്ചിട്ടുണ്ട് വലിയ കമ്മിയാണെന്ന്. അടുത്ത വർഷമാണ് നമ്മുടെ ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശി കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അടുത്ത വർഷവും റവന്യൂ കമ്മിനെ കൂടും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ റവന്യൂ കമ്മി പിന്നെയും ചുരുക്കണമെന്നുണ്ടെങ്കിൽ എ.കെ. ആന്റണി ചെയ്ത പണികളൊക്കെ ചെയ്യേണ്ടി വരും. ഇല്ല, ജനങ്ങൾ പാവപ്പെട്ടവർ വോട്ട് ചെയ്തവരോട് നമ്മൾ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളതാണ്, അതൊക്കെ പാലിക്കും. അതുകൊണ്ട് റവന്യൂ കമ്മി യുദ്ധകാലാടിസ്ഥാനത്തിൽ അടുത്ത 2-3 വർഷം കൊണ്ടങ്ങ് ഇല്ലാതാക്കാൻ കുറയ്ക്കണം എന്നുള്ള നിലപാടില്ല. മറിച്ച് റവന്യൂ കമ്മി അടുത്ത 2 വർഷം ഇതുപോലെ നിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് പടിപടിയായിട്ട് കുറയ്ക്കാം. ഇല്ലാതാക്കുമെന്ന് പോലും ഞാൻ പറയില്ല. ധനമന്ത്രി നിലയിൽ താങ്കളുടെ മുന്നിൽ ഏറ്റവും ടഫസ്റ്റ് ചാലഞ്ച് റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞു അതൊന്നും അത്ര പെട്ടെന്ന് നടപ്പാകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാവുക LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന വൻകിട വികസന പദ്ധതികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച സമീപനം ഉണ്ടാകുമോ എന്നതായിരിക്കും. ഇല്ല, UDF കാലത്തെ പോലെ റവന്യൂ ചെലവ് വാരിക്കൂരി നടത്തില്ല.
തോന്നുമ്പോൾ പുതിയ താലൂക്ക്, പുതിയ കോളേജ്, ജില്ല തോറും മെഡിക്കൽ കോളേജ്, ഇതൊക്കെ പണം ഉണ്ടോ നോക്കിയിട്ട് വേണ്ടി ചെയ്യേണ്ടത്. അങ്ങനെയല്ല, ആ ഒരു സമീപനം ഉണ്ടാവില്ല. അവിടെയൊക്കെ കർശനമായിട്ട് തൽക്കാലം ഒന്ന് കാര്യങ്ങൾ നന്നാവുന്നവരെ പുതിയ സ്ഥാപനങ്ങൾ വേണ്ട, പുതിയ തസ്തികകൾ വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കും. അതേ സമയത്ത് പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പെൻഷൻ, റേഷൻ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല, കൊടുക്കുക തന്നെ ചെയ്യും. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ തീരുമാനം പെൻഷൻ വർധനയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റവന്യൂ കമ്മി കുറയ്ക്കും, പക്ഷേ പെട്ടെന്ന് ഇല്ലാതാക്കൽ ലക്ഷ്യമൊന്നുമില്ല. കേരളം ഒരു സാമ്പത്തിക മുരടിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് സർക്കാർ ഇടപെട്ട് ചെലവുകൾ ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ എന്താ മാർഗം? സർക്കാരിൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല. ചെയ്യാൻ പോകുന്നതേ, ഇങ്ങനെ മിച്ചം വെക്കാൻ പറ്റുന്ന പണം സർക്കാർ നേരിട്ട് ചെലവഴിക്കുന്നതിന് പകരം നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിക്ക്, സർക്കാർ അർദ്ധ സർക്കാർ കമ്പനിക്ക് കൊടുക്കും. ആ കമ്പനി അവർ നഷ്ടമൊന്നുമില്ല, ക്ലീൻ ആണെങ്കിൽ അവർക്ക് ഈ പണം കാണിച്ചിട്ട് വായ്പ എടുക്കാൻ പറ്റും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ ശ്രദ്ധ പിടിച്ച് പറ്റിയതാണ് ഒരു ഇസ്ലാമിക് ധനകാര്യ സ്ഥാപനം. ഇപ്പം 5 വർഷം കഴിയുമ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. റിസർവ് ബാങ്ക് പറയുന്നതേ, നിങ്ങൾ ബാങ്ക് പറ്റൂല, ശരി വേണ്ട, എന്നാൽ ഞങ്ങൾക്ക് KFC പോലൊരു സ്ഥാപനം ആയിക്കോട്ടെ, അതും പറ്റൂല, ഡെപ്പോസിറ്റ് എടുക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഷെയർ പിരിക്കാനേ പറ്റുള്ളൂ. ശരി, ഇപ്പം നമുക്കങ്ങനെ സ്ഥാപനമുണ്ട്, അവർ ഷെയർ പിരിക്കട്ടെ, ഒരു 500 കോടി രൂപ പിരിക്കട്ടെ. എന്ത് ചെയ്യും അവർ? ഈ 500 കോടി രൂപ എങ്ങനെ ഇവിടെ മുതൽ മുടക്കാം? നമ്മുടെ മരുന്ന് കമ്പനി KSDP ഉദാഹരണം പറയുന്നതാണ്. അത് ആപ്പടെ പഴഞ്ചനാണ്, അവിടെ ഇനി മരുന്നുണ്ടാക്കാൻ പറ്റത്തില്ല. അതൊക്കെ പൊളിച്ചു മാറ്റി ഒന്നാം തരം വേൾഡ് ക്ലാസ് ഔഷധ നിർമ്മാണശാല പണിയും. 500 കോടി ചെലവന്നേക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? സർക്കാരിന് ലീസിന് കൊടുക്കും. അതിൽ നിന്നുള്ള ലീസ് വരുമാനം ഷെയറിനുള്ള ഡിവിഡൻ്റായി കൊടുക്കും. നമ്മളിതിങ്ങനെ ശരിയായ രീതിയിൽ ആൾക്കാർ വിസ്തീരിച്ചാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, മരുന്നുണ്ടാക്കൽ, അത് തന്നെ 3-ാം ലോകത്ത് ഈ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളൊക്കെ പിടിമുറുക്കുമ്പോൾ ചുരുങ്ങിയ വിലക്ക് മരുന്നുണ്ടാക്കാൻ ഒരു കമ്പനി, ആ കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് പണം സമാഹരിക്കുന്നത്. പലിശയല്ല കൊടുക്കുന്നത്, സർക്കാർ നൽകുന്ന പാട്ടത്തിൻ്റെ വാടകയുടെ വിഹിതമാണ് ഡിവിഡൻ്റായി കൊടുക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രയാസം ഉണ്ടാവുമെന്ന്? ഇതുവരെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്ത് നോക്കാമെന്ന്. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു, മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ഇത്തവണ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് ഒരു സാമ്പത്തിക സഹായം നൽകാനുള്ള ഒരു സൗമനസ്യം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നീതി ആയോഗ് വന്ന ശേഷം ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാന വിഹിതം നൽകുന്നതിന് വേണ്ടി നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലും ഏതാണ്ട് 15 മുതൽ 20% വരെ സാമ്പത്തിക സഹായം നമുക്ക് കുറഞ്ഞു പോകും എന്ന ഒരു വിമർശനമുണ്ട്, എന്നൊരു നിരീക്ഷണമുണ്ട്. അതുപോലെ തന്നെ വൻകിട വ്യവസായ പദ്ധതികൾ അല്ലെങ്കിൽ വികസന പദ്ധതികളുടെ പട്ടികയിൽ നിന്ന് കേരളം പിന്തള്ളാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. ജീവിത ഗുണനിലവാരമാണ് അടിസ്ഥാനമാക്കുന്നതെങ്കിൽ ഇത് ഒരു പ്രതിസന്ധിയല്ലേ നമ്മുടെ മുന്നിൽ? അതെ അതെ, കേന്ദ്ര സർക്കാർ നമുക്ക് സഹായിക്കാനുള്ള ഒരു മനോഭാവമല്ല. ഫിനാൻസ് കമ്മീഷനാണ്, കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷനാണ് UPA സർക്കാരിൻ്റെ കാലത്ത് നിയോഗിച്ചതാണ്. അവർ സംസ്ഥാനങ്ങളോട് ഉദാരമായ സമീപനം കൈക്കൊണ്ടു. 31% കേന്ദ്ര നികുതിയുടെ വിഹിതമായിട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. ഇത് 42%. 2 കേരളത്തിൻ്റെ വിഹിതം ഇങ്ങനെ കുറഞ്ഞു വരെയിരുന്നു, അതൊരു കൂട്ടി നിശ്ചയിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ല തോതിൽ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ സഹായം കിട്ടി. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾക്ക് ആ പണം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പദ്ധതി സഹായം എന്നൊക്കെ തരുന്ന കാര്യങ്ങൾ കുറക്കും. അങ്ങനെ അസൽ കുറച്ചത് കൂട്ടുമ്പോൾ നമ്മുടെ നേട്ടം പലതും ചോർന്നു പോയി. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന വലിയ അപകടം ഇതാണ്. നേരത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ പണം ഗാഡ്ഗിൽ ഫോർമുല പ്രകാരം ജനസംഖ്യയുടെ അനുപാതത്തിൽ ഏതാണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവരത് മാറ്റി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക്
ഇപ്പോൾ SSA ഫണ്ട് നമുക്ക് തുച്ഛം കിട്ടൂ, നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയും. NRHM ഫണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ കുറവാണ്, കാരണം നമുക്ക് ആരോഗ്യമുണ്ടെന്ന് പറയും. ഈ മാനദണ്ഡങ്ങൾ തന്നെ ഇനി കേന്ദ്രത്തിൽ നിന്നുള്ള പണ വിന്യാസത്തിന് വേണ്ടി ഉപയോഗിക്കും എന്ന് പറയുകയാണ്. ഇത് നമുക്ക് വലിയ തിരിച്ചടിയായി. നമുക്ക് വർത്തമാനം പറഞ്ഞു നോക്കാം. തിരിച്ചടിയാവെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസ്സഹായരായി നിന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്തുകൊണ്ട്, ഇംഗ്ലീഷിൽ പറയാം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. ബഡ്ജറ്റിനുള്ളിൽ പറ്റില്ല, അതിന് കേന്ദ്രത്തിന് അനുവാദം വേണം, ഒരു തരത്തുമില്ല. അപ്പോൾ ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്തുകൊണ്ട് വലിയ തോതിൽ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരിക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂട്ടാൻ ശ്രമിക്കുക. ഇങ്ങനൊരു തന്ത്രം ഈ ബഡ്ജറ്റിൽ സ്വീകരിക്കുന്നത്. ഈ നികുതി വളർച്ചാ നിരക്ക് ഇത്ര വലിയ തോതിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് കുറയാൻ താങ്കൾ കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ പറഞ്ഞു ഡൽഹിയിൽ കെജ്രിവാൾ കൊണ്ടുവന്ന നികുതി ഭരണത്തിലെ പരിഷ്കാരങ്ങൾ കേരളത്തിന് മാതൃകയാക്കാമെന്ന്. എന്താണ് അതിൽ ധനമന്ത്രി ചെയ്യാൻ പോകുന്നത്? 5 വർഷം മുമ്പ് ഉള്ള സർവർ തന്നെ ഇപ്പോഴും അവിടെ ഹങ്ങാവിക്കൊണ്ടിരിക്കുക. 5 വർഷം മുമ്പ് ഉണ്ടാക്കിയ അതേ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇപ്പോഴും. ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പോരായ്മയില്ലേ, ആ പോരായ്മയൊക്കെ തുടരുകയാണ്. ഇതുകൊണ്ടാണ്, ഇതും അഴിമതിയും കൂടി ആയപ്പോൾ കാര്യങ്ങൾ കുളമായി. അപ്പം ഇത് മെച്ചപ്പെടുത്തണം. പുതിയ സെർവർ വരും, പുതിയ സോഫ്റ്റ്വെയർ വരും. ഇപ്പോൾ ഉള്ള സോഫ്റ്റ്വെയർ വ്യാപാരികൾ കണക്ക് തന്നുകഴിഞ്ഞാൽ ആ കണക്ക് ശേഖരിച്ച് ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നൊരു സോഫ്റ്റ്വെയറാണ്, അത്രേ ഉള്ളൂ. ഏത് വ്യാപാരിയുടെയും കണക്ക് കിട്ടും. ഈ വ്യാപാരിയുടെ കണക്ക് പരിശോധിക്കുന്ന ആരാ? ഉദ്യോഗസ്ഥന്മാരാണ്. എന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ഇത് മാറും. കമ്പ്യൂട്ടർ തന്നെ കണക്ക് പരിശോധിക്കും. വല്ല പൊരുത്തക്കേടുണ്ടെങ്കിൽ അപ്പം ചൂണ്ടിക്കാണിക്കും, വേറെ നിർവ്യത്യാസം കാണിക്കും, ഈ കണക്കിൽ പൊരുത്തക്കേടുണ്ട്, അത് പരിശോധിക്കും. അല്ല, അതെങ്ങനെയാണ് താരതമ്യം ചെയ്യുക? ഇപ്പോൾ വ്യാപാരികൾ നൽകുന്ന ബില്ലുകൾ വ്യാജമായി പോകുന്നതാണല്ലോ ഇതിലെ പ്രശ്നം. അല്ല, വ്യാജമായി പോയെന്ന് ഒരു പ്രശ്നം, ബില്ല് തരുന്നില്ല. 2, ഈ ബില്ല് കളവ് ബില്ലാണെങ്കിൽ പോലും കള്ളത്തരം പലതുണ്ടാവും. ഞാൻ ഉദാഹരണത്തിന് പറയാം. ഇന്നത്തെ വാറ്റ് നികുതി സമ്പ്രദായ പ്രകാരം നമ്മൾ വ്യാപാരികൾ സാധനം വിൽക്കുമ്പോൾ ഉപഭോക്താവിൽ നിന്ന് നികുതി വാങ്ങും. അതിനാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷെ വ്യാപാരി ഈ ചരക്കുകൾ വാങ്ങിയപ്പോൾ നികുതി കൊടുത്തിട്ടുണ്ട്, അതാണ് ഇൻപുട്ട് ടാക്സ്. വ്യാപാരിക്ക് കിട്ടിയ നികുതിയിൽ നിന്ന് കൊടുത്ത നികുതി കിഴിച്ച് മിച്ചം ശിഷ്ടം സർക്കാരിന് തന്നാൽ മതി. ഇതാണ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് കണക്ക് തരുമ്പോൾ എത്ര നികുതി പിരിച്ചു, എത്ര നികുതി കൊടുത്തു എന്നൊരു കണക്ക് വേണം. ഏതെങ്കിലും ഒരാൾ കിട്ടണ നികുതി കൂടുന്നില്ല, കൊടുത്ത നികുതി കൂടിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് വിൽപ്പന കുറച്ച് കാണിക്കുകയാണ്. അപ്പോൾ എന്താണ്, മേടിക്കണ സാധനങ്ങൾ വിൽക്കണില്ല. നമുക്ക് പോയി നോക്കാം, സ്റ്റോക്ക് കൂടിയിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ഇതൊക്കെ നോക്കും, സ്റ്റോക്ക് കൂടിയിട്ടുണ്ടോ. അതാണ് സോഫ്റ്റ്വെയറിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് നവീകരിച്ചിട്ട് കമ്പ്യൂട്ടർ തന്നെ പരിശോധന നടത്തും. ഇനി അടുത്ത പടി എന്താ, ബില്ലിൽ കൃത്രിമം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ്. അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാധനം മേടിക്കുമ്പോൾ ബില്ല് കിട്ടിയാൽ അപ്പം തന്നെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അത് അവിടുത്തെ നികുതി ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടറിൽ ചെന്ന് കിടക്കും. എന്നിട്ട് മാസം തോറും ഇത് നറുക്കെടുത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കും. ഇതാ പരിപാടി. എന്നിട്ട് അവർ ആ ബില്ല് ശരിയാണോ എന്ന് ഉപഭോക്താവ് കൊണ്ടിരുന്ന ബില്ലുമായിട്ട്, ഉപഭോക്താക്കൾ അയച്ചിരുന്ന ബില്ലുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. അത് കമ്പ്യൂട്ടർ ചെയ്തോളും, നമ്മളിരുന്ന് താരതമ്യപ്പെടുത്താൻ നിൽക്കേണ്ട. ഇതോടുകൂടിയുണ്ടല്ലോ നികുതി വെട്ടിപ്പ് ഗണ്യമായിട്ട് കുറയും. രാഷ്ട്രീയമായ ചില വെല്ലുവിളികൾ ഇതിനകത്തില്ലേ? ഇതിനൊരു പൊളിറ്റിക്കൽ വിൽ വേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് കേരളത്തിലെ വ്യാപാരി സമൂഹത്തെ ഒന്നാകെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു പരിഷ്കരണമല്ലേ ഇത്? അല്ല, എന്ത് ശത്രുപക്ഷം? ആര് വരട്ടെ, ഞാൻ സംസാരിക്കാമല്ലോ. അവർക്കെന്താ കുഴപ്പം? ബില്ല് എഴുതണ്ടേ? കച്ചവടം നടത്തിയ ബില്ല് എഴുതണ്ടേ? എഴുതണ ബില്ല് ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വരും. പിന്നെ ഈ 16,000 പേരോടെ ചോദിക്കാൻ പോണുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് കൊച്ചു വ്യാപാരികളൊക്കെ ഇനി കമ്പ്യൂട്ടർ മേടിച്ച് ബില്ലെഴുതണം എന്നൊന്നും നോക്കിയിട്ട് ആരും വിഷമിക്കണ്ട, അവരൊന്നും അയച്ചു തരണ്ട. അഴിമതിരഹിത വാളയാർ കേരളത്തിനൊരു മാതൃകാ പദ്ധതിയായിരുന്നു. എന്തു പറ്റി അതിന്?
ഇനി അതിൻ്റെ തുടർച്ച ഉണ്ടാകുമോ ഡോക്ടർ ടി എം തോമസ് ഐസക്? അഴിമതിരഹിത വാളയാറും അഴിമതിരഹിത ഭരണവും വേണമെങ്കിൽ ആദ്യം ഭരിക്കണവർ അഴിമതി നിർത്തണം. മന്ത്രി തന്നെ വിളിച്ചിട്ട് ആ വണ്ടി വിട്, ഈ വണ്ടി ഇങ്ങനെ പിടിച്ചിട്, അവരുടെ നിന്ന് പൈസ മേടിക്കാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ ഏർപ്പാട് ചെയ്യുക. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാരും മണ്ടന്മാരില്ലേ, അവരും കൂടി പൈസ മേടിച്ചില്ലെങ്കിൽ മുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഴിമതിയാണ് കീഴോട്ട് പരന്നത്. ഇതെങ്ങനെയാണ് ഇനി തുടർന്നുകൊണ്ട് പോവുക? ഏതായാലും മന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത്രയും പ്രശ്നം കുറഞ്ഞു. ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാൻ ഇപ്പോൾ ഓടുന്നില്ലെന്ന്. നല്ല ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക, എന്നിട്ടാവാൻ ശിക്ഷ. വേറൊന്നിനുമല്ല, നമ്മുടെ കൂടെ നിൽക്കാൻ, കൈകോർത്ത് നിൽക്കാൻ കുറച്ച് പേര് വേണം. അതുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ്. കഴിഞ്ഞ തവണ അഴിമതിരഹിത ഉണ്ടാക്കിയപ്പോൾ പുറത്തുനിന്ന് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നില്ലല്ലോ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ അവിടെ പ്രവർത്തിച്ചത്. കേരളത്തെ പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് ചരക്ക് സേവന നികുതിയെ പിന്തുണയ്ക്കുന്നതിലൂടെ സാമ്പത്തികമായി മെച്ചപ്പെടാൻ കഴിയും എന്ന നിലപാടാണ് ധനമന്ത്രിയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനുള്ളത്. പക്ഷേ ഈ GST അനുകൂലിക്കേണ്ട എന്ന നയപരമായ നിലപാടാണല്ലോ താങ്കൾ കൂടി പങ്കാളിയായി നിൽക്കുന്ന CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിക്കുള്ളത്. എവിടെയാണ് ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? CPM-ൻ്റെ നിലപാടതല്ല. GST-യെക്കുറിച്ച് ചർച്ച തുടങ്ങി വെച്ചത് പശ്ചിമ ബംഗാളിലെ അസിൻ ദാസ് ഗുപ്ത. അദ്ദേഹമാണ് എംപവേർഡ് കമ്മിറ്റിയുടെ അന്നത്തെ ചെയർമാൻ. 2008-09 അന്ന് തുടങ്ങിയതാണ്. 3 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഇത് നടപ്പാക്കാവുന്ന സമന്വയത്തിൽ കൊണ്ടുവന്നു. ഇതൊക്കെ CPM-നോട് ചർച്ച ചെയ്ത് തന്നെയാണ്. പക്ഷെ അപ്പം BJP ഇടങ്കോലിട്ട് അവർ ഇത് തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ നീണ്ടുപോയത്. സംസ്ഥാനത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തും എന്നാണല്ലോ CPM പറയുന്നത്. താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ VAT, GST ഇതെല്ലാം സംസ്ഥാനത്തിന് സ്വതന്ത്രമായി ഉണ്ടായിരുന്ന നികുതി അവകാശം വേണ്ടെന്ന് വെച്ച് ഇനി ദേശീയ തലത്തിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി മതിയെന്ന് പറഞ്ഞു. അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ VAT വന്നപ്പോൾ ഈ അധികാരം പോയി. ഇപ്പം വിൽപ്പന നികുതിയല്ല കേരളത്തിൽ, VAT നികുതിയാണ്. VAT നികുതി എത്രയാവാം അഖിലേന്ത്യാ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് വേണം നികുതി മൊത്താനായിട്ട്. GST വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? VAT തന്നെയാണ് GST. അതിൻ്റെ തത്വങ്ങൾ VAT-ൻ്റെ തന്നെയാണ്. ഒരു വ്യത്യാസമുള്ളത് എക്സൈസ് നികുതിയും അതുപോലെ തന്നെ സേവന നികുതിയും വിൽപ്പന നികുതിയോട് VAT നികുതിയോട് സംയോജിപ്പിക്കുന്നു, ഒറ്റ നികുതിയാക്കി തരും. ഈ സേവന നികുതി ആരുടേതാ? കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഏറ്റവും വേഗതയിൽ വളരുന്ന നികുതി അതാണ്. അതിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് കിട്ടുക. പക്ഷെ നികുതി വിഹിതം തുല്യമായി ഷെയർ ചെയ്യാമെന്നുള്ള ധാരണയല്ലേ കേന്ദ്രവുമായുള്ളത്? അതിനെ നമുക്ക് അനുകൂലിക്കാൻ കഴിയും. തുല്യമായി ഷെയർ ചെയ്താലും നമുക്ക് ഇന്ന് കിട്ടുന്ന നികുതിയേക്കാൾ കൂടുതൽ കിട്ടുമെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പ്രയാസപ്പെടണേ? പക്ഷെ ഞാൻ പറയാം, തുല്യമായി കിട്ടിയാൽ പോരാ, നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടണം. അതുകൊണ്ട് കഴിഞ്ഞ എംപവേർഡ് കമ്മിറ്റിയുടെ കാലത്ത് അസിൻ ദാസ് ഗുപ്തയും ഞാനും എല്ലാവരും ചേർന്ന് ബാക്കി സംസ്ഥാനങ്ങളെ കൂട്ടുകെട്ടി കേന്ദ്രത്തേക്കാൾ 4% കൂടുതൽ ഉയർന്ന നികുതി നിരക്ക് സംസ്ഥാനത്തിന് വേണം. ഞങ്ങളതിനെ വിളിച്ചത് ഫെയർ റേറ്റ് എന്നാണ്. കേന്ദ്ര സർക്കാർ പറയുക റവന്യൂ ന്യൂട്രൽ റേറ്റ്. പക്ഷേ റവന്യൂ ഇന്ന് കിട്ടുന്നത് നിലനിർത്തുന്ന റേറ്റ്. ഞങ്ങൾ പറഞ്ഞല്ല, ഫെയർ റേറ്റ് വേണം. അപ്പോൾ ഇപ്പോഴും ആ തർക്കം തീർന്നിട്ടില്ല. നികുതി നിരക്ക് എന്ത് വേണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ ജൂലൈ മാസത്തിൽ ഡൽഹിയിൽ ധനമന്ത്രിമാർ ചേരുകയാണ്. അവിടെ കർശനമായിട്ട് പറയും. GST പിന്തുണയ്ക്കുന്ന കേരളത്തിൻ്റെ നിലപാടിന്, അല്ലെങ്കിൽ ഞാൻ പറയുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ നിലപാടിന് ഒരു അംഗീകാരം CPM കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കിട്ടുമോ? ഞാൻ പറഞ്ഞല്ലോ, CPM തുടർന്നു വന്ന നിലപാട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ, പുതിയ നിലപാടല്ല. കഴിഞ്ഞ സർക്കാർ ആശയത്തെ അവർ എതിർക്കുകയല്ലേ? CPM എതിർക്കും GST എന്ന ആശയത്തെ. പക്ഷെ GST-യെക്കുറിച്ച് ആശയപരമായിട്ട് സംസ്ഥാനങ്ങൾ അധികാരത്തെ ഹനിക്കുന്നതാണ് എന്നുള്ള നിലപാടുണ്ട്. അതൊരു ഇനിയും പറയും. പക്ഷേ ഈ അധികാരം VAT വന്നപ്പോൾ പോയി, ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കാര്യം എന്ത്? അതുകൊണ്ട് ഇന്ന് കിട്ടാവുന്ന നേട്ടം വിൽപ്പന നികുതി ഇല്ല, സേവന നികുതിയിൽ നിന്ന് കിട്ടാവുന്ന നേട്ടം മേടിക്കാം.
അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ പരമാവധി സംരക്ഷിക്കാൻ നോക്കുക. ഇതാണ് യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള സമീപനം. സംസ്ഥാനത്തിന് മുന്നിലുള്ള അടിയന്തരമായ അധിക ബാധ്യത ഏതാണ്ട് 5784 കോടി രൂപ വരുമെന്നാണ് കണക്ക്. സർക്കാർ തന്നെ പറയുന്നു പല ഒഴിവുകളും ഇനിയും നികത്തപ്പെടാനുണ്ട്. ഉദാഹരണത്തിന് സ്കൂളുകളിലെ അധ്യാപക ഒഴിവുകൾ, ഹയർ സെക്കൻഡറിയിലെ അധ്യാപക ഒഴിവുകൾ, ഇങ്ങനെ സർക്കാർ വകുപ്പുകളിൽ നിരവധി ഒഴിവുകൾ ഇപ്പോഴും നികത്താതെ കിടക്കുന്നുണ്ട്. അതിനു പുറമെ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ചില പുതിയ വാഗ്ദാനങ്ങൾ, അതായത് സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കാമെന്ന സർക്കാർ, ഇതെല്ലാം കൂടുതൽ പണച്ചെലവ് വരുത്തി വയ്ക്കുന്ന നയ തീരുമാനങ്ങളായിരുന്നില്ലേ? എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത്? വലിയ സത്യം പറയട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കൊടുക്കേണ്ട മാത്രമാണ് ഈ 5800. താൽക്കാലിക കടം മേടിച്ച കുട്ടികൾ 8000-ഓളം വരും. ഇപ്പോൾ കൊടുക്കേണ്ട റെഡി ക്യാഷ് കൊടുക്കേണ്ട 5000 കൊടുക്കാതെ വെച്ചിരിക്കുക, പെൻഷൻ കൊടുക്കാതെ വെച്ചിരിക്കുക, കോൺട്രാക്ടർമാരുടെ പണം കൊടുക്കാതെ വെച്ചിരിക്കുക. അങ്ങനെയാണ് ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ടുപോകുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ അടുത്ത 2 വർഷം, 1 വർഷമെങ്കിലും ഇങ്ങനെ കൊടുക്കാതെ ചവിട്ടിപ്പിടിച്ച് വെക്കുന്ന തുകയുടെ വലിപ്പം കൂടും, നിർത്തിയില്ല. അത് കേരളം മനസ്സിലാക്കിയേ പറ്റൂ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ റവന്യൂ കൂടി തുടങ്ങും. പതുക്കെ പതുക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന തുക ഇല്ലാതാക്കും. കുടിശ്ശികളിൽ ഒരു 3 വർഷം എടുക്കുമെന്ന് എനിക്ക് തോന്നണേ ഈ കുടിശ്ശികളൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ. ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കണോ ഈ ബജറ്റ്? നികുതി നിർദ്ദേശം കൂടുതൽ UDF സർക്കാരെ വർദ്ധിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനായിട്ടത് കൂട്ടുന്നില്ല. ഏതായാലും ഞാനിപ്പോൾ നികുതി കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിരക്ക് അവരേർപ്പെടുത്തിയ നികുതി നന്നായിട്ട് പിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദൗർഭാഗ്യകരം എന്ന് പൊതുവിൽ കരുതപ്പെടുന്ന 13 എന്ന നമ്പർ സധൈര്യം സ്വീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ TM തോമസ് ഐസക്. ഈ ബജറ്റിൽ ഇനി തുടർന്നുള്ള ബജറ്റുകളിൽ സംസ്ഥാനത്തിന് സുസ്ഥിരമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരിക്കും ഇവിടെ താങ്കൾ നടത്തുക. എത്ര കാലം നമുക്കതിന് കാത്തിരിക്കേണ്ടി വരും? ഭാഗ്യാന്വേഷണമല്ല നമ്മുടെ ബഡ്ജറ്റും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്നത്. വളരെ കൃത്യമായ ധാരണ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത 2 വർഷം ചവിട്ടിപ്പിടിക്കേണ്ടി വരും. കാര്യങ്ങൾ കൈ അയക്കില്ല. പാവങ്ങൾക്ക് അത്യാവശ്യം കൊടുക്കാനുള്ള കൊടുത്ത് ബാക്കിയുള്ള പിടിച്ചു വെക്കും. അത് കഴിയുമ്പോഴേക്കും നികുതി വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്.